എങ്ങനെയുണ്ടായി ശ്യാം സാറിന്റെ റൗണ്ട്? പാട്ട് സെലക്ട് ചെയ്യാൻ പാടായിരുന്നോ? കുഴപ്പമുണ്ടായില്ല. ചോദിക്കാം, എന്താ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ, ശരത് സാർ. മോളെ നന്നായിട്ട് പാടി മോളെ. ഇതാരാണ് ഇതിന്റെ ലിറിക്സ്? ഷിബു ചക്രവർത്തി സാർ. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഷിബു ചക്രവർത്തി. എനിക്കും അതേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷിബു അണ്ണാച്ചിയുടെ പാട്ട് പാടിയതിലും നമ്മളെ പിന്നെ ആരാണ് മ്യൂസിക് അറിയാമല്ലോ, നമ്മുടെ ശ്യാം സാറിൻ്റെ പാട്ട് ആയതുകൊണ്ട് കുറേ സന്തോഷം. മോള് നിന്ന് പാടുന്ന കാണാൻ നല്ല ചന്തവടാ. അത് കണ്ടിരുന്നു പോയി, പലതും ഞാൻ എഴുതിയില്ല. നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ ഇങ്ങനെ അന്തപ്പെട്ടിരുന്നു പോയി. അത് മനസ്സിലാക്കിയിട്ട് അവളെ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, അത് ചിരിച്ചു പാടിയതാ. അച്ചോടാ, അവിടെ ചിരി ബ്യൂട്ടിഫുൾ ആണ്. അതിന് പകരം വെക്കാൻ ഒന്നുമില്ല മുത്തേ. അല്ല, മോള് നന്നായിട്ട് തന്നെ പാടി. നന്നായി കുറച്ച് ശ്രുതി അവിടെ, പ്രത്യേകിച്ച് ഈ മുകൾ പാടുന്ന പോർഷൻസ് അത് മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് ലാസ്റ്റ് പല്ലവയ്ക്കായപ്പോൾ പിന്നെ എനിക്ക് ആ സംഗതി മാത്രം ഒന്ന് പാടി തരുമോ? ചരണത്ത്. മിടിക്ക് അറിയാം കുഞ്ഞിന്. ആ മക്കളെ പാടിക്കേ. അത് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യണം മോളെ കേട്ടോ. മോളെ കുറച്ചും കൂടെ അത് റെഡിയാക്കാം. ഇത് പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മോളെ. അതിനൊരു കൃത്യത മതി. പക്ഷെ നന്നായിട്ട് പാടി. മോളെ അക്ഷരങ്ങൾ പറയുന്നതൊക്കെ നല്ല സുഖമായിരുന്നു കേൾക്കാൻ. കേട്ടോ മക്കളെ, കുഞ്ഞേ, ചക്കരെ, മുത്തേ. അപ്പം മൊത്തത്തിൽ നല്ലതായിരുന്നു മോളെ, നല്ലതായിരുന്നു. അത് പ്രത്യേകിച്ച് സാറിന് കുറെ ഇഷ്ടപ്പെടും. തീർത്ഥ നന്നായിട്ട് പാടി മോളെ. മനുവങ്കളില് ആക്ച്വലി ഒരു കിളി ഇരുകിളിയാണ് ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട്. ഇത് ശരത്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത്ര ഹിറ്റായില്ല, ബട്ട് ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. മോളെ, എനിക്കും ഈ പൂനിലാമാനത്തിന്നും എത്തുമ്പോൾ ആയിരുന്നു എനിക്കൊരു ഇതായിട്ട്. ബാക്കി അതർവൈസ് നല്ലതായിട്ട് തന്നെ മോളെ പാടി. മോളെ, ഇത് ഞാൻ കേട്ടത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. മേലെ വീട്ടിലെ വെണ്ണിലാവ്, അത് കഴിഞ്ഞിട്ട് മോളെ വരി എന്തെങ്കിലും മാറിയോ? ഞാന് താഴെ പറഞ്ഞത് വേറെന്തോ അല്ലേ പാടി? രാവിലെന്തോ പാടി. അല്ല, രാവിൽ തോണി കളിച്ചൊരു നേരം എന്നാണ് വരി. മോള് വേറെന്തോ പാടിയത്? താഴെ എന്തോ പാടി. താഴെ തോണി വള്ളം മുങ്ങിയോ മക്കളെ? അല്ല, രാവിലെ ഞാൻ താഴേന്ന് പാടി. അങ്ങനെയാണോ? അത് മാത്രമേ വ്യത്യാസമുള്ളൂ ആണല്ലേ? ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ മോളെ പാടിയത്. വേറെ അങ്ങനെ തെറ്റുകളൊന്നും പറയാനൊന്നുമില്ല. ആകെ എത്തുമ്പോൾ മാത്രം എത്തിയോ എന്നുള്ളൊരു ഇത് മാത്രമേ. ബാക്കി അതർവൈസ് ഇറ്റ് വാസ് റിയലി നൈസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശാനിക. ചേച്ചി. ഹായ് തീർത്ഥക്കുട്ടി. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ, മോള് പാടുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ചിരിച്ച് പാടണം എന്നുള്ളത് എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് സ്വയം അത് മനസ്സിലാക്കിയ ഈ പാട്ടിനും അങ്ങനെ ഒരു ഭയങ്കര പ്ലസന്റ് സോങ്ങാണ്. നമ്മൾ അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്കവർ ചെയ്യുക, അത് നമ്മുടെ പെർഫോമൻസിലേക്ക് അപ്ലൈ ചെയ്യുക. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട ശരിക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങളുടെ പാട്ടിന് എന്തൊക്കെ മികവ് കൂട്ടാൻ പറ്റുന്നോ ആ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് മോള് കൃത്യമായിട്ട് ചെയ്തു. അതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഐ റിയലി ലവ് ദാറ്റ്. അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നുള്ളത്, ഈ ഒരു പ്രായത്തിൽ അത് ഉൾക്കൊണ്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയ കാര്യം. പലർക്കും അത് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രമ്യ ചേച്ചി. തീർത്ത മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. മക്കളെ, എന്താ വാരിക്കോരി കൊടുക്ക അങ്ങോട്ട്. മോളെ 9 മാർക്ക്. സൂപ്പർ. ഷാനിക 9. Thank you, sir. So total 18.